ഒരു 75 ലക്ഷം രൂപ പറയുന്ന വീട് നിർമ്മിക്കാൻ വേണ്ടി ചെലവ് വരുമെന്ന് പറയുന്ന വീട് എന്തുകൊണ്ട് 1 CR എത്തുന്നു? ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുവാനായിട്ട് എത്ര രൂപ ചെലവ് വരും? നമുക്ക് വേണമെങ്കിൽ ഒരു 75 ലക്ഷം രൂപയ്ക്ക് 70 ലക്ഷം രൂപയ്ക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാവുന്നതാണ്. പക്ഷേ ആരും അധികം തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം പലപ്പോഴും ഇതിൻ്റെ വേരിയബിൾ കോസ്റ്റാണ്. ഇത് ഡിസൈൻ ആസ്പെക്റ്റിലും സ്ട്രക്ചറൽ സൈഡിലുമൊക്കെ വന്നിട്ട് ഇതിൻ്റെ കോസ്റ്റിങ്ങിന് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണമായിട്ട് വീടിൻ്റെ ഫൗണ്ടേഷൻ എത്രത്തോളം വീക്കാണ്, മണ്ണിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം, സോയിൽ എത്രത്തോളം വീക്കാണെന്നനുസരിച്ചിട്ട് കോസ്റ്റ് നല്ലതായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. ചില സാഹചര്യങ്ങളിൽ പൈൽ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യേണ്ട സാഹചര്യം വന്നേക്കാം. അപ്പോഴൊക്കെ കോസ്റ്റ് ഒരു നോർമൽ പ്ലോട്ടിൽ നിന്നിട്ട് നല്ല രീതിയിൽ ചിലപ്പോൾ 5 lakhs, 10 lakhs, 20 lakhs ഒക്കെ ഡിഫറൻസ് ഒരു പ്രൊജക്റ്റിൽ തന്നെ വന്നേക്കാം എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാനായിട്ട് കോസ്റ്റ് ഡിഫറൻസ് വരുന്ന വീടിൻ്റെ എലിവേഷനാണ്. നമ്മൾ ഏത് എലിവേഷൻ, എക്സ്റ്റീരിയർ എലിവേഷൻ ചൂസ് ചെയ്യുന്നുള്ളത്. ചില ആളുകൾക്ക് ഒരു കണ്ടംപററി സ്റ്റൈലായിരിക്കും വീടിൻ്റെ ഇഷ്ടം വരുന്നുണ്ടാവുക. പൊതുവേ കണ്ടംപററി സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ കോസ്റ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി ട്രോപ്പിക്കൽ സൈഡ്, ട്രഡീഷണൽ സ്റ്റൈല്, കൊളോണിയൽ സ്റ്റൈലിനൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇത്തരം കാര്യങ്ങൾ അപ്പോൾ ഒരു 10 lakhs, 15 lakhs ഒക്കെ ഡിഫറൻസ് ഒരു എലിവേഷനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് സ്ലോ പ്രൂഫൊക്കെ വരുന്ന ഒരുപാട് സ്റ്റോൺ ക്ലാഡിംഗ് ഒക്കെ വരുന്ന ഒരു എലിവേഷൻസ് ആണെങ്കിൽ അവിടെ ഒരു 10 lakhs, 15 lakhs, 20 lakhs ഒക്കെ ഡിഫറൻസ് എലിവേഷനിൽ തന്നെ വന്നേക്കാം. അപ്പോഴും ചിന്തിക്കുക സ്ക്വയർ ഫീറ്റിൽ ഒരു മാറ്റങ്ങളും വരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണ്. ഇൻറ്റീരിയർ നമ്മൾ എത്രത്തോളം പ്രീമിയമായിട്ട് ഇൻറ്റീരിയറിനെ കാണുന്നു, എത്രത്തോളം ഡിസൈനേഴ്സിനെ ഉൾപ്പെടുത്തുന്നു. ഇപ്പം ഒരു ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ 4x2 എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ടൈൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ഡിസൈൻ അസ്തറ്റിക് സൈഡുമായി ബന്ധപ്പെട്ട് അത് 8x4 ടൈലോ 6x4 ടൈലോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. എല്ലാത്തിൻ്റെ പർപ്പസ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി എല്ലാം സെയിം ആയിരിക്കും. പക്ഷേ ഡിസൈൻ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മളിതിന് കോസ്റ്റ് ഡിഫറൻസ് വരുന്നത്. അതിപ്പോൾ ബാത്റൂമിന് ഉപയോഗിക്കുന്ന സാനിറ്ററി വെയർ, CP ഫിറ്റിങ്സ് തുടങ്ങിയ എല്ലാത്തരം കാര്യങ്ങളിലും ഈ ഒരു കോസ്റ്റ് ഡിഫറൻസ് വളരെ മാറ്റമുണ്ട്. അപ്പോൾ സ്ക്വയർ ഫീറ്റിൽ ഒരു മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളത്. പിന്നീട് ആളുകൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ് വീടിൻ്റെ ബൗണ്ടറി വാള്, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ. അപ്പം ഒരു 10 സെന്റ് പ്ലോട്ടിൽ നമ്മൾ ബൗണ്ടറി വാൾ നിർമ്മിക്കേണ്ട ലെങ്ത് അല്ല അതൊരു 20 സെന്റ് പ്ലോട്ടിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ 10 സെന്റ് പ്ലോട്ടിൽ ചെയ്യേണ്ട, 5 സെന്റ് പ്ലോട്ടിൽ ചെയ്യേണ്ട ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഏരിയ അല്ല ഒരു 10 സെന്റ് പ്ലോട്ടിൽ. അപ്പോൾ പ്ലോട്ടും വലിയൊരു ഘടകമാണ്. പ്ലോട്ടിൻ്റെ ഏരിയ, പ്ലോട്ടിൻ്റെ വിസിബിലിറ്റി, പ്ലോട്ടിൻ്റെ സ്റ്റൈൽ എല്ലാം വെച്ചിട്ട് നമ്മൾ അതിന് എത്രത്തോളം ലാൻഡ്സ്കേപ്പിങ്ങിൽ ബൗണ്ടറി വാളിനൊക്കെ ട്രീറ്റ് വരുന്നു എന്നുള്ളതൊരു ഘടകമാണ്. അതോടൊപ്പം തന്നെ 2 സൈഡെല്ലാം റോഡിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു വീടിൻ്റെ എലിവേഷൻ ആണെങ്കിൽ എലിവേഷനിലും അതോടൊപ്പം ലാൻഡ്സ്കേപ്പിങ്ങിലും ഒക്കെ ഒരുപാട് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പിന്നീട് എടുത്ത് പറയാനായിട്ട് പറ്റുന്നത് വീടിൻ്റെ ഒരു ഡെക്കറേഷനാണ്. പലപ്പോഴും ആളുകൾ ഇതിനൊന്നും കോസ്റ്റ്, ഇപ്പോൾ ഒരു ഇൻറ്റീരിയർ ഫർണിഷിങ് വരെയൊക്കെ ആളുകൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഫർണിഷിങ് ഇപ്പോൾ ഒരു കോട്ടാണെങ്കിൽ, ബെഡ്റൂമിൽ ഒരു കോട്ടാണെങ്കിൽ കോട്ട്, ബെഡ് വരെയൊക്കെ ആളുകൾ ചിന്തിച്ചേക്കാം. പക്ഷേ ആ ബെഡിൻ്റെ മുകളിലിടുന്ന ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്സ്, പില്ലോ കവേഴ്സ്, സൈഡിലെ ബെഡ് ലാമ്പുകൾ, വാൾ ഫോട്ടോസ്, വാൾ ഡെക്കേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെയൊന്നും അധികം ബഡ്ജറ്റിലേക്ക് പൊതുവെ ഇനീഷ്യലി ആളുകൾ ചിന്തിക്കാറില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പ്രൊഫഷണൽ കമ്പനിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനീഷ്യലി നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷനിലേക്ക്, കോൺട്രാക്റ്റിലേക്ക് പോകാവുന്നതാണ്. പൊതുവെ VR പോലെയുള്ള ഒരു കമ്പനികൾ ഡെക്കർ എലമെൻസുകളിൽ ഡെക്കറേഷനെ എല്ലാം ഇനീഷ്യലി കൊട്ടേഷനിൽ ഉൾപ്പെടുത്താറില്ല. ബട്ട് ബൗണ്ടറി വാൾ, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കൃത്യമായി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഇനീഷ്യലി ബഡ്ജറ്റ് എല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാം കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ആ ഒരു നിങ്ങളുടെ പ്രൈസിലേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് ഇനീഷ്യൽ ഡിസ്കഷനിലൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പൊതുവേ ഒരു നോർമൽ കോൺട്രാക്ടേഴ്സുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും കോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന വീട് നിർമ്മിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിൽ നിൽക്കാത്തതിൻ്റെ ഒരു 75 lakhs പറയുന്നു, ഒരു 1 CR എത്തുന്നു, അല്ലെങ്കിൽ 1 CR പറയുന്നു, അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഇനീഷ്യൽ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതനുസരിച്ചുള്ള ഡോക്യുമെൻറ്റേഷനും കുറവായതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളെ ആ ഒരു നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ VR പോലെയുള്ള കമ്പനികൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന, എഗ്രിമെൻ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്ന് 1 രൂപ നിങ്ങൾ റിക്വയർമെൻറ്റ് കൂടാതെ ഒരിക്കലും കൂടാനുള്ള സാഹചര്യമില്ല. സോ ഇത്തരം സാമ്പത്തികപരമായ വലിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ബാധ്യതകൾ വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയുള്ള ഡോക്യുമെൻറ്റേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.